അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് ക്രേപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവണൊന്നുമില്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ സിഫ്റ്റർ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട മുട്ടയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം ഞാൻ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള മുട്ട എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. ഹാൻഡ് മിക്സറിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ പഞ്ചസാര ഒന്ന് നന്നായിട്ട് ആ മുട്ടയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ മുട്ട നന്നായിട്ട് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പാണ് മൈദ എടുത്തത്. അപ്പോൾ അതിന് 250 ml കപ്പിന് 2 കപ്പ് തിളപ്പിച്ചാറിയ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സിലേക്ക് ചൂടാറിയ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മുട്ടയും പാലും പഞ്ചസാരയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം പകുതി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ കലക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പകുതി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കലക്കിയെടുക്കാം. ഹാൻഡ് മിക്സറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ആദ്യം പകുതി മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ഈ മൈദ ഒക്കെ നന്നായിട്ട് കട്ടായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം പകുതി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. അതിനുശേഷം ബാക്കി ആ മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഹാൻഡ് മിക്സറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ തന്നെ നമ്മുടെ കേക്കിന് വേണ്ട മാവ് റെഡിയാക്കി എടുക്കുക. കണ്ടില്ല, ഇതുപോലെ വേണം ഇരിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിന് വേണ്ട ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസായിട്ട് ഇരിക്കണം ഇതേപോലെ. ഇനി നമുക്കിത് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം നമുക്കിതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കരുത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത്. നല്ല നൈസായിട്ട് വേണം നമ്മുടെ ഇത് ഉണ്ടാവാനായിട്ട്. ഇപ്പോൾ ഇതൊരു സൈഡ് ഒന്ന് നന്നായിട്ട് റെഡിയായി വന്നപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരുപാട് നേരമൊന്നും നമ്മളിത് തിരിച്ചിട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓൾറെഡി വെന്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 3-4 സെക്കൻഡ് ഒന്ന് ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ ഇത് എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. അതുപോലെ നമ്മളിത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പാൻ നന്നായിട്ട് ചൂടായ ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. മാവ് ഒഴിച്ച ശേഷം നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോഴാണ് ഇതുപോലെ നല്ല ഓട്ടയായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കറക്റ്റ് റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ പാനിൽ ഒഴിച്ചതാണല്ലോ. അപ്പോൾ നമുക്കിതെല്ലാം ഒരേപോലെ കറക്റ്റ് റൗണ്ട് ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗൾ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല അടപ്പ് വെച്ചിട്ട് കുറച്ച് വലിയൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ എല്ലാതും നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊന്ന് ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. 250 ml കപ്പിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ക്രീം റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം നന്നായിട്ട് മിക്സായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചതിൽ നിന്ന് ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. നമ്മൾ സാധാരണ കേക്കൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുമല്ലോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ വിപ്പിംഗ് ക്രീം തന്നെ മതി. പിന്നെ എല്ലാ സൈഡിലും നമ്മൾ വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചതിന് ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ലെയറാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഒരെണ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ച പാൻ കേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 15ഓളം പാൻ കേക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് അതൊന്ന് ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ആ സമയം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാം കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ ബൗള് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റ് ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 200 ml വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ അതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് ഉണ്ടല്ലോ അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ഞാൻ പെട്ടെന്നൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ച് കൊടുത്താൽ മതി. ഒരു 2 മണിക്കൂറോ 1-2 മണിക്കൂർ വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയ ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് മൊത്തം താഴെയൊക്കെ പോകും നമ്മുടെ ഈ ചോക്ലേറ്റ് ഗനാഷ്. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. കേക്കിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അത് എല്ലാ സൈഡിലേക്കായിട്ട് ആയിക്കോളും. അപ്പോൾ നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് കേക്ക് പ്ലേറ്റിലേക്ക് വെക്കാൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ പരന്നു പോവുള്ളൂ ചോക്ലേറ്റ് ഗനാഷ്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഈ പ്ലേറ്റിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് നമ്മുടെ ഈ ചോക്ലേറ്റ് കേക്ക് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട്. ഈ കേക്ക് ഞാനിതുപോലെ വേറൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ ഒന്നിത് സെറ്റാക്കി എടുക്കണം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ലെയറായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ചെറിയ പാനിലായിട്ട് നമ്മൾ ദോശ പോലെ പാൻ കേക്ക് റെഡിയാക്കി എടുത്തല്ലോ, ആ സമയത്ത് ചെറിയ പാൻ എടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കുക. അപ്പോൾ ചെറിയ പാൻ എടുക്കുമ്പോൾ നമുക്ക് കുറേ പാൻ കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ലെയറാക്കി എടുക്കാനും പറ്റും. ഇപ്പോൾ നമ്മൾ കേക്ക് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കേക്കാണ്. നമുക്ക് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലൊരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.